വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് വേൾഡ്. ഇറ്റ്സ് മീ സിറാജുദ്ദീൻ. ഇംഗ്ലീഷ് വേൾഡിൻ്റെ പുതിയ HSC ക്ലാസ്സിലേക്ക് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ കാൽപ്പനിക കാലഘട്ടം അഥവാ റൊമാൻറ്റിസിസം എന്ന് പറയുന്ന പീരീഡിന് തുടക്കം കുറിച്ച വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചുമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ടിൻറ്റേൺ ആബെ എന്ന് പറയുന്ന കവിതയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുഴുവൻ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ചുവടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. ഇപ്പോൾ ടിൻറ്റേൺ ആബെ എന്ന് പറയുന്ന കവിതയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ചു. കവിതയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ലൈനിൽ തന്നെ പോയിട്ട് സംസാരിക്കുന്നത് ടിൻറ്റേൺ ആബെ എന്ന് പറയുന്ന സ്ഥലം സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇനി ടിൻറ്റേൺ ആബെ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് സിറ്റുവേറ്റഡ് ഇൻ ദ ബാങ്ക് ഓഫ് റിവർ വേ ഇൻ സൗത്ത് ഈസ്റ്റ് വെയിൽസ്. സൗത്ത് ഈസ്റ്റ് വെയിൽസിലെ വെയ് എന്ന് പറയുന്ന നദിയുണ്ട്. ആ നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ടിൻറ്റേൺ ആബെ. ആ ടിൻറ്റേൺ ആബെയിൽ പോയിട്ട് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ എത്തിച്ചേരുന്ന സമയത്ത് അവിടെ കാണുന്ന കാഴ്ചകളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് അദ്ദേഹം ഈ കവിതയിലൂടെ വിശദീകരിക്കുന്നത്. ഇനി വാട്ട് ഈസ് ടിൻറ്റേൺ എന്ന് ചോദിക്കും പരീക്ഷയ്ക്ക്. ചിലപ്പോൾ വാട്ട് ഈസ് ടിൻറ്റേൺ എന്ന് ചോദിക്കാറുണ്ട്. എന്താ ടിൻറ്റേൺ എന്ന് പറഞ്ഞ്? ടിൻറ്റേൺ ഈസ് എ വില്ലേജ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ വെയ്. നമ്മൾ നേരത്തെ പറഞ്ഞ സൗത്ത് ഈസ്റ്റ് വെയിൽസിലൂടെ ഒഴുകുന്ന വെയ് എന്ന് പറയുന്ന നദീതീരത്തിൻ്റെ ഓരം ചാരിയുള്ള ഗ്രാമമാണ് ടിൻറ്റേൺ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ടിൻറ്റേൺ ആബെ? എന്താ ടിൻറ്റേൺ ആബെ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, ടിൻറ്റേൺ ആബെ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ചേർച്ച് ബിൽറ്റ് ബൈ സിസ്റ്റേഷ്യൻ മോങ്ക്. സിസ്റ്റേഷ്യൻ മോങ്ക് പണി കഴിപ്പിച്ച ഒരു പള്ളിയാണ് ടിൻറ്റേൺ ആബെ എന്ന് പറയുന്നത്. അപ്പോൾ മറന്നു വരുന്നത്, ടിൻറ്റേൺ എന്ന് പറയുന്നത് ഗ്രാമമാണ്, വെയ് നദീതീരത്തുള്ള ഗ്രാമം. എന്നാൽ ടിൻറ്റേൺ ആബെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ചേർച്ച്, അതൊരു പള്ളിയാണ്. ഇറ്റ് വാസ് ബിൽറ്റ് ബൈ സിസ്റ്റേഷ്യൻ മോങ്ക്. സിസ്റ്റേഷ്യൻ മോങ്ക് പണി കഴിപ്പിച്ച ഒരു പള്ളിയാണ്. ഇനി ആരാണിത് പണി കഴിപ്പിക്കുന്നത്? ആൻഡ് ഹൂ ഫൗണ്ടഡ് ടിൻറ്റേൺ ആബെ ഓർ ഹൂ ഇറക്റ്റഡ് ടിൻറ്റേൺ ആബെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാൾട്ടർ ഡി ക്ലൂയർ ആൻഡ് ലോർഡ് ഓഫ് ചെപ്സ്റ്റോ. ലോർഡ് ഓഫ് ചെപ്സ്റ്റോയും വാൾട്ടർ ഡി ക്ലൂയറുമാണ് ഈ ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ പള്ളി പണി കഴിപ്പിക്കുന്നത്. എന്നാണ് പണി കഴിപ്പിക്കുന്നത്? വെൻ ഇറ്റ് വാസ് ഫൗണ്ടഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ മെയ് 1131, 1131 മെയ് മാസത്തിലാണത് പണി കഴിപ്പിക്കുന്നത്. ഇനി കവിതയെക്കുറിച്ച് പറയുമ്പോൾ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1798, 1798 കവിത പബ്ലിഷ് ചെയ്യുന്നത്. മറന്നുപോകുമെന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് പറയാം. വില്യം വേർഡ്സ്വർത്തും സാമുവൽ ടെയ്ലർ കോളറിഡ്ജും കൂടെ കൊളാബറേറ്റ് ചെയ്ത് എഴുതിയ കവിതാ സമാഹാരമായിരുന്നു ലിറിക്കൽ ബലാഡ്. ഈ ലിറിക്കൽ ബലാഡ് പബ്ലിഷ് ചെയ്യുന്ന അന്ന് തന്നെയാണ് ടിൻറ്റേൺ ആബെയും പബ്ലിഷ് ചെയ്യുന്നത്, 1798. ഇനി മറ്റൊരു ബന്ധം കൂടി ഇത് തമ്മിലുണ്ട്. 1798 പബ്ലിഷ് ചെയ്ത ലിറിക്കൽ ബലാഡ് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ ഏറ്റവും അവസാനത്തെ കവിത കൂടിയാണ് ടിൻറ്റേൺ ആബെ എന്ന് പറയുന്നത്. ഇനി ദ റിവർ വേ ഈസ് മെൻഷൻഡ് ഇൻ ദ പോം. റിവർ വേ നമ്മൾ നേരത്തെ പറഞ്ഞ ടിൻറ്റേൺ ആബെയുടെ ഓരം ചാരി അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് വെയിൽസിലൂടെ ഒഴുകുന്ന നദിയാണ് വേ എന്ന് പറഞ്ഞു. ഈ നദിയെക്കുറിച്ച് കവിതയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യം ചോദിച്ചേക്കാം, ഏത് നദിയാണ് കവിതയിൽ പരാമർശിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് റിവർ വേ എന്നുള്ളതാണ്. ഹി വിസിറ്റഡ് ടിൻറ്റേൺ ആബെ ഫോർ ദ ഫസ്റ്റ് ടൈം 1793 വെൻ ഹി വാസ് 23 years old. ടിൻറ്റേൺ ആബെ പോയിട്ട് ആദ്യമായിട്ട് സന്ദർശിക്കുന്നത് 1793 തൻ്റെ 23ാമത്തെ വയസ്സിലാണ്. 1793 വെൻ ഹി വാസ് 23 years old. താൻ 23 വയസ്സ് പ്രായമുള്ള സമയത്ത് 1793 പോയിട്ട് ആദ്യമായിട്ട് ടിൻറ്റേൺ ആബെ സന്ദർശിക്കുന്നത്. അതിന് കൃത്യം 5 വർഷങ്ങൾക്ക് ശേഷം ഹി വിസിറ്റഡ് എഗെയിൻ ടിൻറ്റേൺ ആബെ ഇൻ ജൂലൈ 13, 1798. ജൂലൈ മാസം 1798 വീണ്ടും പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടിൻറ്റേൺ ആബെ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഈ രണ്ടാമത്തെ പ്രാവശ്യം 1798 അദ്ദേഹം സന്ദർശിക്കുന്ന സമയത്ത് അവിടെ കാണുന്ന കാഴ്ചകളും അവിടുത്തെ അദ്ദേഹത്തിനെ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ വീക്ഷിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം ഈ കവിതയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഹി വിസിറ്റഡ് ടിൻറ്റേൺ ആബെ എലോങ് വിത്ത് ഹിസ് സിസ്റ്റർ ഡൊറോത്തി വേർഡ്സ്വർത്ത്. രണ്ടാമത്തെ പ്രാവശ്യം 1798 ജൂലൈ മാസം അദ്ദേഹം സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ സഹോദരിയായിട്ടുള്ള ഡൊറോത്തി വേർഡ്സ്വർത്ത് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരിയായിട്ടുള്ള ഡൊറോത്തി വേർഡ്സ്വർത്ത് ആയിരുന്നു എന്ന് ഓർത്തു വെക്കുക. And nature never did betray
ദ ഹാർട്ട് ദാറ്റ് ലവ്ഡ് ഹെയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേ വരി തന്നെ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വരി എടുത്തിരിക്കുന്നത് ടിൻഡേൺ ആബെ എന്ന് പറയുന്ന കവിതയിൽ നിന്നാണ്. ഇനി ടിൻഡേൺ ആബെയുടെ ഓപ്പണിംഗ് ലൈൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പണിംഗ് ലൈൻ എന്ന് പറയുന്നത് 5 years have passed. 5 വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു. 5 summers with the length. 5 സമ്മേഴ്സിൻ്റെ ലെങ്ത്ത് അവസാനിച്ചിരിക്കുന്നു എന്നുള്ള രൂപത്തിൽ അദ്ദേഹം പറയുന്നു. അതായത് 5 വർഷങ്ങൾക്ക് ശേഷം 1793 പോയിട്ട് ആദ്യമായിട്ട് ടിൻഡേൺ ആബെ സന്ദർശിക്കുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ടിൻഡേൺ ആബെയിലേക്ക് പിന്നീട് അദ്ദേഹം ചെല്ലുന്നത്. ആ 5 വർഷത്തെ പീരീഡാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഫസ്റ്റ് ഓപ്പണിംഗ് ലൈനിലൂടെ അദ്ദേഹം പരാമർശിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ലൈൻ ഓഫ് ദ പോം, കവിതയുടെ അവസാനത്തെ വരി ഏതാണെന്നാണ് ചോദ്യം. മോർ ജിയർ ബോത്ത് ഫോർ ദംസെൽഫ് ആൻഡ് ഫോർ ദൈ സേക്ക്. അതായത് മോർ ഡിയർ ബോത്ത് ഫോർ ദംസെൽവ്സ് ആൻഡ് ഫോർ ദൈ സേക്ക് എന്നുള്ളതാണ് ഈ കവിതയുടെ ഏറ്റവും അവസാനത്തെ വരി എന്ന് പറയുന്നത്. ഇനി ഈ കവിതയുടെ മുഴുവൻ ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈൻസ് റിട്ടൺ എ ഫ്യൂ മൈൽസ് എബോവ് ടിൻഡേൺ ആബെ എന്നാണ്. ടിൻഡേൺ ആബെ എന്നാണ് നമ്മൾ പറഞ്ഞത് ടൈറ്റിൽ. പക്ഷെ അതിൻ്റെ മുഴുവൻ ടൈറ്റിൽ, ഫുൾ ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈൻസ് റിട്ടൺ എ ഫ്യൂ മൈൽസ് എബോവ് ടിൻഡേൺ ആബെ എന്നുള്ളതാണ്. അതായത് ലൈൻസ് റിട്ടൺ എ ഫ്യൂ മൈൽസ് എബോവ് ടിൻഡേൺ ആബെ. ദ പോം ഈസ് റിട്ടൺ ഇൻ ഡെക്കാസിലബിക് ബ്ലാങ്ക് വേഴ്സ്. ഡെക്കാസിലബിക് ബ്ലാങ്ക് വേഴ്സിലാണ് പോയം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഹൂ ഈസ് ദ സൈലൻറ്റ് ലിസണർ ഇൻ ദ പോം. ഈ കവിതയിലെ സൈലൻറ്റ് ലിസണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരിയായിട്ടുള്ള ഡൊറോത്തി വേർഡ്സ്വർത്ത്. ഈ കവിത ഡ്രമാറ്റിക് മോണലോഗിലാണ് അവതരിപ്പിക്കുന്നത്. അതിലെ സൈലൻറ്റ് ലിസണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊറോത്തി വേർഡ്സ്വർത്ത്. സ്പീക്കർ പോയിറ്റ് ഹിംസെൽഫ്, പോയിറ്റ് തന്നെയാണ് സ്പീക്കർ. ഇനി വാട്ട് ഡസ് ദ സ്പീക്കർ ഇമാജിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്മോക്ക് റൈസിങ് എബോവ് ദ ട്രീസ്. അദ്ദേഹം ഒരു വലിയ ഹില്ലിൽ അല്ലെങ്കിൽ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്നിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ മരങ്ങൾക്ക് മുകളിലൂടെ ഇങ്ങനെ പുകപടലങ്ങൾ ഉയരുന്നുണ്ട്. ഒരു മരത്തിൽ നിന്ന് പുക ഇങ്ങനെ ഉയർന്നു പോകുന്നുണ്ട്. ആ പുകയ്ക്ക് കാരണം എന്താണെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അവിടെ ഒരു ഹെർമിറ്റ് അവർ ഭക്ഷണം പാകം ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റോ അവർ തീയിട്ടതായിരിക്കാം, അവർ തീ കൂട്ടിയതായിരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഹെർമിറ്റ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആരാണ് അവിടെ പുകയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെർമിറ്റ് ആണെന്നാണ് പോയിറ്റ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അസംഷനാണ് കേട്ടോ അത്. ഇനി ദ പോം ഡീൽസ് വിത്ത് ദ ഫിലോസഫി ദാറ്റ് ഈസ് പാൻതെയിസം. ഈ കവിത ഡിസ്കസ് ചെയ്യുന്ന ഫിലോസഫി എന്താണെന്ന് ചോദിച്ചാൽ, ഈ കവിത ഡിസ്കസ് ചെയ്യുന്ന ഫിലോസഫി പാൻതെയിസമാണ്. എന്താണ് പാൻതെയിസം എന്ന് പറഞ്ഞാൽ നേച്ചർ ആൻഡ് ഗോഡ് ആർ വൺ എന്നുള്ളതാണ്. നേച്ചർ ആൻഡ് ഗോഡ് ആർ വൺ, പ്രകൃതിയും ദൈവവും ഒന്നാണ് എന്നുള്ള സങ്കല്പമാണ് പാൻതെയിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കവിത ഡിസ്കസ് ചെയ്യുന്ന ഫിലോസഫിയും പാൻതെയിസമാണെന്ന് ഓർത്തു വെക്കുക. സിൽവാൻ ഈസ് ആൻ അഡ്ജക്റ്റീവ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ റിവർ വൈ. ഈ റിവർ വൈയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അഡ്ജക്റ്റീവാണ് സിൽവൻ എന്ന് പറയുന്നത്. ഇനി മീറ്റർ യൂസ്ഡ് ഇൻ ദ പോം. ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന മീറ്റർ ഏതാണ്? ഡാക്റ്റിലിക് ട്രൈമീറ്റർ ആണ്. ഡാക്റ്റിലിക് ട്രൈമീറ്റർ ആണ് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന മീറ്റർ എന്ന് പറയുന്നത്. മെയിൻ തീം ഓഫ് ദ പോം, കവിതയുടെ പ്രധാന തീം എന്താണ്, ആശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്മറി ആൻഡ് നേച്ചർ വേർഷിപ്പാണ്. മറന്നു വരുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഒരുപാട് ചോദ്യം നമ്മൾ മുൻകാല ചോദ്യ പേപ്പറുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയ ചോദ്യമാണ് കവിതയുടെ പ്രധാന ആശയം എന്താണെന്നുള്ളത്. മെമ്മറി ആൻഡ് ഓൾസോ നേച്ചർ വേർഷിപ്പ് എന്നുള്ളതാണ്. മെമ്മറി ആൻഡ് നേച്ചർ വേർഷിപ്പ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന തീം എന്ന് പറയുന്നത്. ആൻഡ് ഹൂം ഡിഡ് ദ പോയിറ്റ് അഡ്രസ് ഇൻ ദ 5th section ഓഫ് ദ പോം. കവിതയുടെ 5ാമത്തെ സെക്ഷനിൽ പോയിറ്റ് ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? തൻ്റെ സഹോദരിയായിട്ടുള്ള ഡൊറോത്തി വേർഡ്സ്വർത്തിനെ തന്നെയാണ് അവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. 5ാമത്തെ സെക്ഷനിൽ അഡ്രസ്സ് ചെയ്യുന്നത് ഡൊറോത്തി വേർഡ്സ്വർത്തിനെയാണ്. ഇനി ദ വാറ്റേഴ്സ് റോളിംഗ് ഫ്രം ദെയർ മൗണ്ടെയിൻ സ്പ്രിംഗ് വിത്ത് സോഫ്റ്റ് ഇൻലാൻഡ് മർമർ. ഒന്നുകൂടെ വായിക്കാം. ദ വാറ്റേഴ്സ് റോളിംഗ് ഫ്രം ദെയർ മൗണ്ടെയിൻ സ്പ്രിംഗ് വിത്ത് സോഫ്റ്റ് ഇൻലാൻഡ് മർമർ എന്ന് പറയുന്ന വരിക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ് എന്നാണ്. അത് പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ. ഇനി വാട്ട് വേർഡ് ഡസ് ദ സ്പീക്കർ യൂസ് ടു റെഫർ ഹിസ് ഫാമിലി മെമ്പർ. കവിതയിൽ തൻ്റെ ഫാമിലി മെമ്പറെ സൂചിപ്പിക്കാൻ വേണ്ടി പോയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? ഫ്രണ്ട് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്, സുഹൃത്ത് എന്നുള്ള പദമാണ്. വേർഡ്സ്വർത്ത് ഡിസ്ക്രൈബ് നേച്ചർ ഇൻ ദ പോം ടിൻഡൺ ആബെ ആസ്. ടിൻഡൺ ആബെയിൽ നേച്ചറിനെ, പ്രകൃതിയെ പോയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേർഡ്സ്വർത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് നേഴ്സായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഗൈഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഗാർഡിയനായിട്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നേഴ്സ്
ഗൈഡ് ആൻഡ് ഗാർഡിയൻ. ഈ 3 രൂപത്തിലാണ് പ്രകൃതിയെ വില്യം വേർഡ്സ്വർത്ത് ടിൻറ്റൺ ആബേയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇൻ ദ പോം ടിൻറ്റൺ ആബേ പോയിറ്റ് കമ്പയർ ഹിംസെൽഫ് വിത്ത് റോ. ഈ കവിതയിൽ പോയിറ്റ് തന്നെ ഒരു റോ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് സ്വയം. റോ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഡിയർ, മാനാണ്, ഒരു മാനുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇനി വാട്ട് ഫീലിംഗ് ഡസ് ദ വേ വാലി ഗിവൺ ടു ദ സ്പീക്കർ. വേ വാലി എന്ത് ഫീലിംഗ് ആണ് സമ്മാനിക്കുന്നത്? കംഫേർട്ട് ആൻഡ് ഹാപ്പിനെസ്, ഒരു ആശ്വാസവും സന്തോഷവും ഒക്കെയാണ് ആ വാലി പോയിറ്റിന് സമ്മാനിക്കുന്നത്. ഇഫ് സോളിറ്റ്യൂഡ് ഓർ ഫിയർ ഓർ പെയിൻ ഓർ ഗ്രീഫ് ഷുഡ് ബൈ ദൈ പോർഷൻ. ഇഫ് സോളിറ്റ്യൂഡ് ഓർ ഫിയർ ഓർ പെയിൻ ഓർ ഗ്രീഫ് ഷുഡ് ബൈ ദൈ പോർഷൻ. ഹൂം ഈസ് വേർഡ്സ്വർത്ത് റെഫറിങ് ടു. ഇത് ആരെയാണ് വേർഡ്സ്വർത്ത് റെഫർ ചെയ്യുന്നത്? ഇതും റെഫർ ചെയ്യുന്നത് തൻ്റെ സഹോദരിയെയാണ്, ഡൊറോത്തി വേർഡ്സ്വർത്തിനെയാണ് റെഫർ ചെയ്യുന്നത്. ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ഹാഫ് എക്സ്റ്റിങ്വിഷ്ഡ് തോട്ട്സ്. ഹാഫ് എക്സ്റ്റിങ്വിഷ്ഡ് തോട്ട് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിൽ അല്ലെങ്കിൽ ആ ഒരു വരിയിലെ ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? അത് മെറ്റഫറാണ്. ദ പോം ബിഗിൻസ് വിത്ത് ദ നെയിം ഓഫ് 2 സീസൺ. വാട്ട് ആർ ദേ? കവിതയുടെ തുടക്കത്തിൽ 2 സീസണുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെ സീസണാണെന്ന് ചോദിക്കുന്നത്, ഒന്ന് സമ്മർ സീസണാണ്, രണ്ടാമത്തത് വിൻ്റർ സീസണാണ്. ഇനി ദ ടൈം ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 സെക്ഷൻസ് ഇൻ ദ പോം. 5 സെക്ഷൻസ് ആയിട്ട് ടൈമിനെ കവിതയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേർ ഡസ് ദ പോയിറ്റ് സിറ്റുവേറ്റഡ് ആസ് ഹി ഡിസ്ക്രൈബ് ദ ലാൻഡ്സ്കേപ്പ് അണ്ടർ എ സിക്കാമോർ ട്രീ എ ഫ്യൂ മൈൽസ് എബോവ് ദ ടിൻറ്റൺ ആബേ. അപ്പോൾ വേർ ഡസ് ദ പോയിറ്റ് സിറ്റുവേറ്റഡ് ആസ് ഹി ഡിസ്ക്രൈബ് ദ ലാൻഡ്സ്കേപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം അണ്ടർ എ സിക്കാമോർ ട്രീ എ ഫ്യൂ മൈൽസ് എബോവ് ടിൻറ്റൺ ആബേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ടിൻറ്റൺ ആബേ എന്ന് പറയുന്ന കവിതയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അതിൽ നിന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ് ഈ ഭാഗത്തിൽ കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഡേ.